ഹലോ, ഹെഡ്മിലടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. നമ്മുടെ വ്ളോഗുകളിൽ സ്ഥിരമായിട്ടുള്ള അതിഥികളാണ് ഇവരൊക്കെ. ഇവരുടെ 3-4 പേരുണ്ട്. എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ എൻ്റെ ഫ്രെയിമിൽ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്യാമറയായിട്ട് വന്നപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. എന്തൊക്കെ കാഴ്ചകൾ കിട്ടുമോ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാമേ. ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. ആദ്യം ഇത് പ്ലെയിൻ ആയിട്ടുള്ള മുറ്റമായിരുന്നു. പിന്നീടാണ് ഇത് ഈ സ്ഥിതിയിലൊക്കെ ആക്കിയെടുത്തത്. ഒരു പറമ്പ് പോലൊക്കെ സെപ്പറേറ്റ് ആക്കിയത്. അത് പഴയ ഉളവാണെന്നവർക്കറിയാം. അപ്പോൾ ഇവിടെ എൻ്റെ കൃഷി സ്ഥലമായിരുന്നു കേട്ടോ. ആയിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ കുറേ പച്ചമുളക് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു, വെള്ളരി, പാവല്, പിന്നെന്തായിരുന്നു തക്കാളി, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ ഒരു കൊതി കൊണ്ടങ്ങ് വെക്കുന്നേ കേട്ടോ. ഒരു മൂടി ഇഞ്ചി കിട്ടി, അതങ്ങോട്ട് കുഴിച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ കുഴിച്ചു വെക്കുന്നതൊക്കെ ഇന്നത്തെ അല്ല കേട്ടോ, ഇന്നലത്തെ വീഡിയോ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നതാ. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ആൻസിമാമയുടെ അവിടുന്ന് കൊണ്ടുവന്ന ചേമ്പും താളല്ല, ചേമ്പ് കറി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അത് കറി വെക്കാമെന്ന് വിചാരിക്കുക. കുറേ എടുത്ത് മെഴുക്ക് പുരട്ടി വെച്ചായിരുന്നു. ചേമ്പ് നമുക്ക് പല രീതിയിൽ കറി വെക്കാം. ഇത് ഞാൻ നേരത്തെ ഒരു ചേമ്പ് ഉണക്കമീനോട് ഇട്ടൊരു കറി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ഉണക്കമീനോ പച്ചമീനോ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു മീൻ കറി ടേസ്റ്റിലൊരു കറി വേണമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അവിയൽ പോലെ വെക്കാം, ചേമ്പ് മെഴുക്ക് പുരട്ടാം, ചേമ്പ് തോരൻ വെക്കാം, ചേമ്പും വിത്ത്, ഞങ്ങൾ ചേമ്പും വിത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവിയൽ പോലെ വെക്കാം, തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടാം. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം. ഇതിൻ്റെ കൂടെ പച്ചയേത്തക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേമ്പ് ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ അതാ ചേമ്പ് കറിക്കായിട്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതാണ് ഒരു ടേസ്റ്റ്, നാടൻ ടേസ്റ്റ്. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ലേശം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒത്തിരി വേണ്ട കേട്ടോ, ഒരു ഇച്ചിരി മതി. അതിട്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ മീഡിയം സൈസ് 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് വഴട്ടാം, ഭയങ്കരമായിട്ടങ്ങ് വഴലണ്ട കേട്ടോ. സവാള വഴലാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്കിടാം, പക്ഷേ ഞാനിട്ടിട്ടില്ല കേട്ടോ. അപ്പം സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ എണ്ണയുമായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തീ കുറച്ച് വെച്ച് ആവിയിൽ നമുക്ക് അടച്ച് വെച്ച് ഇത്തിരി നേരം വേവിക്കാം. അതായത് എണ്ണയുമായിട്ട് കിടന്ന് ഇതൊന്ന് ഫ്രൈ പോലെ ആകുമ്പോൾ, അതായത് ഒന്ന് വയണ്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കറിക്ക്. ഇത് കുറച്ച് വാട്ടക്കപ്പ ഇവിടെ ഇരുന്നതാണ്, കുറേ നാളായി. അപ്പോൾ ഇത് വൈകിട്ട് ഊറ്റിപ്പറക്കി തിന്നാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. ഇത് നന്നായിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഞെരടി കഴിക്കുന്നതിനാണ് ഊറ്റി കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളത്തിലിട്ടത്. ഈ വാട്ടക്കപ്പ എന്ന് പറയുന്നത് കപ്പ ഇത്തിരി പുഴുങ്ങി ഉണക്കിയിടുന്നത് വാട്ടക്കപ്പ. കപ്പ അതുപോലെ കൊത്തിയിട്ട് ഉണക്കിയെടുക്കുന്നതിനെ ഉണക്കക്കപ്പ എന്ന് പറയും. പല നാട്ടിലും പല പേരാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ കുതിരാനിടണം കേട്ടോ. രാവിലെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് ഇടണം. അതല്ല വൈകിട്ടത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വെള്ളമൊഴിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നെകക്കെ വെള്ളമൊഴിച്ച്, നെകക്കയല്ല അതിൽ കൂടുതൽ, നമ്മൾ ഇഡലി ദോശയ്ക്കൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഇഡലി ദോശയ്ക്കൊക്കെ അരി കുതിരാൻ എങ്ങനെ ഇടുന്നത്, അതേ സെയിം സംഭവമാണ് ഇവിടെ. അപ്പം ഞാൻ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് വേണ്ടിയാണേ. 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ്. കാറ്റ് തുടങ്ങി, മഴ നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ കാറ്റിൻ്റെ അറിയാനും ഉണ്ട് മുറ്റത്ത്. ഇനിയിപ്പോൾ എന്നും വൈകിട്ട് മുറ്റം തൂക്കണം. ഇത്രയും നാൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ മുറ്റം തൂത്താൽ മതിയായിരുന്നു. ഇനിയിപ്പം ഡെയിലി തൂക്കണം. പിന്നെ ഈ ഇരിക്കുന്ന ഗ്രോ ബാഗുകളൊന്നും കണ്ടിട്ട് അയ്യോ ഇതെന്ത് വെറുതെ വെച്ചേക്കണോ എന്ന് ചിന്തിക്കേണ്ട. നല്ല രീതിയിൽ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി പക്ഷേ ഇതിനകത്തൊന്നും പിടിക്കില്ല. ചോല കാരണം ഗ്രോ ബാഗ് ഇവിടെ വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ വീണ്ടും 2 പ്രാവശ്യം ഓരോന്ന് നട്ടു നോക്കി. പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, റബ്ബർ അടുത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കൃഷി ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. കാരണം നല്ല വെയിലും തണുപ്പും വേണ്ട പച്ചക്കറികളുണ്ടല്ലോ. വെയിലും വേണം, എന്നാൽ അതോടൊപ്പം തണലും വേണം, എല്ലാം വേണമല്ലോ.
എന്തായാലും വീണ്ടും മണ്ണ് നിറച്ചിട്ട് തണുപ്പത്ത് നടാൻ പറ്റുന്ന പച്ചക്കറികൾ എന്തെങ്കിലും നടണമെന്ന് ചിന്തിക്കുന്നു. കോവലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ഞാൻ പന്തലിട്ട് കോവയ്ക്കയൊക്കെ പറിച്ചതും നിത്യവഴുതനയൊക്കെ ഇഷ്ടംപോലെ ഞാൻ പറിച്ചായിരുന്നു. പക്ഷേ മൊത്തത്തിൽ പോയി ഉണങ്ങി. കോവലിൻ്റെയൊക്കെ ചെറിയ ഒരു തണ്ട് മേപ്പോട്ട് കീറിപ്പോയി കിടപ്പുണ്ട്. പക്ഷെ അത് മുമ്പോട്ട് പോകുന്നില്ല, കുരുടിച്ച് പോവുകയാണ്. ഇതിൻ്റെ വിത്ത് നട്ട് കിളിപ്പിച്ചതാണ് കസ്തൂരി വെണ്ട. അപ്പോൾ ഇതിത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ വലിപ്പം വെക്കത്തില്ല. പൂവൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. കുറേ നാളായി ഈ ഗ്രോ ബാഗ് നിറച്ച സമയത്ത് ആദ്യം നട്ടപ്പോൾ അതിൻ്റെ കൂടെ നട്ട സംഭവമാണിതും. അപ്പോൾ വേണ്ടേ ഇല്ല, ഞാൻ പിന്നെ അതിനെ എടുത്തില്ല, അങ്ങനെ അങ്ങ് നിർത്തിയേക്കുന്നതേ ഉള്ളൂ. വേറെ എന്താ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇത് വീണ്ടും ഒരു നിത്യവഴുതന ഞാനൊരു പരീക്ഷണം പോലെ വീണ്ടും ഒന്ന് നട്ടിരിക്കുന്നതാ. കയറി വരുന്നുണ്ട്. എത്രത്തോളം പോകുമെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ചേമ്പിൻ്റെ കറിയും തോരൻ വെക്കാനായിട്ട് ഓമയ്ക്ക നിപ്പുണ്ട്. 1-2 നിപ്പുണ്ട്. അതിൽ ഒരെണ്ണം ഇന്ന് തോരൻ വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. ഞാൻ ഓമയ്ക്ക ഒന്നുമേ വേസ്റ്റ് ആക്കത്തില്ല. അതായത് പപ്പായ ഇത്തിരി നന്നായിട്ട് വിളഞ്ഞു വരുമ്പോഴേ അതിനെ കറിയാക്കും, അല്ലെ തോരനാക്കും. ഞാൻ നോക്കി ഇരിക്കുകയാണ് എപ്പോഴാണ് അത് വിളയുന്നത്, എപ്പോഴാണ് വിളയുന്നതെന്ന് എടുക്കാനായിട്ട്. പിന്നെ എന്താണ്, ഞാൻ ആ ഹാൻസിമാമയുടെ അവിടെ നിന്ന് ഓമയ്ക്കൊക്കെ കൊണ്ടുവന്നില്ലേ, അത് പിറ്റേന്ന് വേറെ എൻ്റെ കയ്യിൽ കറികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്നത് കറി വെക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പഴുത്തു. 3 എണ്ണം കൂടെ ഒരുമിച്ച് പഴുത്തു. ഞങ്ങൾ പഴുത്ത ഓമയ്ക്ക കഴിച്ചു. ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല സുഖമാണ് മുറ്റത്ത് നിൽക്കാനും ഇരിക്കാനും ഒക്കെ. അകത്ത് ചൂടാ. അയ്യോ വെയിൽ, ഇന്നലെ നല്ല വെയിലായിരുന്നു. എന്തോ ചൂടായിരുന്നെന്നറിയാമോ, ഭയങ്കര. എനിക്ക് തോന്നുന്നു വെയിൽ തുടങ്ങിയെന്ന്. ഇനിയിപ്പം മഴ പെയ്യുവാണെങ്കിലൊക്കെ മഴ, വെയിലാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും മിക്കവാറും ഈ വർഷം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. അപ്പോൾ ഇനി ബാക്കി വേവണം. അത് നമുക്ക് മസാലയൊക്കെ ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാം. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, കാരണം എന്തെങ്കിലും മുളക് പൊടി നല്ല എരിയുള്ളതാണ്. എരി അനുസരിച്ച് മുളക് പൊടി ചേർക്കാവൂ. ചേമ്പിന് ഇത്തിരി എരി പിടിക്കണം. അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ, നല്ല എരിയുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മല്ലിപ്പൊടി. അപ്പം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഇതിൻ്റെയൊന്നും കണക്ക് പറയുന്നില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ എത്രയും ചേമ്പുണ്ടോ അതിൽ ഡിപ്പെൻഡാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഉണക്കമീൻ്റെ കൂടെ ചെയ്തപ്പോൾ ആദ്യം ഞാൻ കടുക് പൊട്ടിച്ച് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്ത് കഷ്ണങ്ങളിട്ട് വേവിക്കുകയായിരുന്നു. ഇത് മറ്റൊരു മെത്തേഡ്. ഇത് മീൻപുളി, കുടംപുളി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഉപ്പും എരിയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വേവട്ടെ. പഞ്ചസാര ബിരിയാണി കടയിൽ ഇത്ര കൂട്ടി ഇച്ചിരി ഈന്തപ്പഴം മേടിച്ചു തന്നാലും മതി. ബാക്കിയൊക്കെ പിന്നെ ഇടാൻ മതി. ആ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രകൃതിദത്തമായ അടുത്ത വിഭവം പപ്പായ തോരൻ അല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ. പപ്പായ തോരൻ്റെയൊക്കെ ഒത്തിരി വീഡിയോ മിക്കവാറും വ്ളോഗുകളിലൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവരെന്നും ഇതാണോ, വേറെ ഒന്നും ഇല്ലേന്ന്. ഇതിനൊക്കെ എന്താ പലരും ചിന്തിക്കുന്നതാണ് കേട്ടോ. എന്നും ഓമയ്ക്ക അല്ലെങ്കിൽ പിണ്ടി, കൂമ്പ്, ഇതൊക്കെ ഉള്ളോ, ചേന, ചേമ്പ് അല്ലെങ്കിൽ ചേമ്പുംതാള്, ഇതിൻ്റെയൊക്കെ ഗുണം അങ്ങനെ പറയുന്നവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് എത്രത്തോളം ഇതിൻ്റെ ഗുണമുണ്ടെന്ന്. യാതൊരു പെസ്റ്റിസൈഡ്സും ഇല്ലാത്ത, യാതൊരു വിഷങ്ങളും അടിച്ചിട്ടില്ലാത്ത, എന്താണ് ഒരു വിഷാംശങ്ങളും അടിച്ചിട്ടില്ലാത്ത നല്ല പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ കിട്ടുമ്പോൾ അതിനോളം വരുന്ന വേറെ എന്തുണ്ട്? ഇതല്ലേ ഏറ്റവും നല്ലത്. പിന്നെന്താണ്, ഇതോടൊപ്പം ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇന്ന് വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, രാവിലെ ടപ്പടവോന്നൊരു സൗണ്ട് കേട്ടാണ് ഞാൻ പുറത്തോട്ടിറങ്ങി നോക്കിയത്. ആദ്യമൊന്നും സംഭവം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത്. വിറകടുപ്പിൻ്റെ പുകക്കുഴലില്ലേ, അത് ആദ്യം ഞങ്ങളുടേത് മുകളിലോട്ടിരിക്കുന്ന ഒരു സൈസായിരുന്നു. ഞാൻ കാണിക്കാം.
അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും കമൻ്റ് ഇട്ടു വേറെ മേടിക്കാൻ കിട്ടും വളഞ്ഞിരിക്കുന്നത്, അതായത് പുറത്തോട്ട് വളഞ്ഞിരിക്കുന്ന സൈസ് മേടിക്കാൻ കിട്ടും, അങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന്. അപ്പം ഞങ്ങൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അതത് മേപ്പോട്ട് പുക പോകുന്നതാകുമ്പോൾ ആ ഷീറ്റൊക്കെ കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കറയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് കമൻറ്റ് കണ്ടപ്പോൾ അങ്ങനെ കടകളിൽ പോയി ചോദിച്ചപ്പോൾ കറക്റ്റ് വാങ്ങാൻ കിട്ടി, അങ്ങനെ മേടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഏച്ചു വെച്ചാൽ മഴിച്ചിരിക്കുന്നു പറയുന്ന പോലെ സൈസ് എന്തെങ്കിലും വ്യത്യാസം കാണും. വന്നോട്ടെ അതൊന്ന് ചെറുതായിട്ട് ആടുന്നുണ്ടായിരുന്നു, ലൂസായിരുന്നു. കാക്ക അതിൻ്റെ മണ്ടേ വന്നിരുന്ന് ശക്തിയോടെ വന്നിരുന്ന് എന്തെങ്കിലും കൊത്തി തിന്നതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം ഏതായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ വീണ്ടും പഴയത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വെക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇനി അടുപ്പ് കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയും വേറെ ഒരെണ്ണം മേടിക്കണോ മേടിക്കണ്ടേന്നൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൂസല്ലേ ഇനി കിട്ടത്തുള്ളൂ, ടൈറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതും കാക്ക മറിച്ചിട്ടാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്തായാലും ഇനി കുറച്ച് നാൾ ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇത് ഒത്തിരി ടൈറ്റ് അല്ല, ഇത്തിരി ലൂസാണ്. പക്ഷെ വീട് വെച്ചപ്പോൾ തൊട്ടേ ഇതാണ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കറിക്കിതാ അത്യാവശ്യം കൊഴുപ്പുണ്ട്. ഇനി കുറച്ചുകൂടെ കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി ചേമ്പ് മാറ്റിയിട്ട് ഞാൻ കടലക്കറിക്കും കിഴങ്ങ് കറിക്കും ഒക്കെ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മൾ ഇച്ചിരി അതിൽ നിന്ന് എടുത്തൊന്ന് ഉടച്ച് ചേർത്താൽ മതി, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇത് ഇച്ചിരി ഒന്ന് ഉടച്ച് ചേർക്കുവാണേ. നല്ല മീൻകറിയുടെ ഒരു മണവും വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി നല്ല കറി റെഡി ആയിട്ടുണ്ട്. ഇത് കടുക് തളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യം കടുക് തളിച്ച് തന്നെ വെച്ചത്. നല്ല മണവും ഉണ്ട് കേട്ടോ. നോക്കിക്കേ കൊഴുപ്പ്. ചട്ടിക്കകത്തിരുന്ന് ഇനി അത് കുറുകും. ഇത്രയും മതി, ഞാൻ ഓഫ് ചെയ്യുവാണേ. ഓമയ്ക്ക നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ചോപ്പറിലാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഓമയ്ക്ക ചോപ്പറിൽ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് അകാരോടെ ചോപ്പറാണ്. ഞാൻ ചോപ്പർ വാങ്ങിയത് കണ്ടിട്ട് പലരും കമൻ്റ് ഇടാറുണ്ട് വേടിച്ചു പൊട്ടിപ്പോയി എന്നൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ വേറെ കമ്പനിയുടെയാണ് അവർ വേടിച്ചത്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് അകാരോടെ ചോപ്പറാണ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു, നല്ല 1.5-2 വർഷമായി. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. പിന്നെ എല്ലാ ചോപ്പറും നമ്മൾ വരുമ്പോൾ ഒരു മയത്തിനൊക്കെ വലിക്കണം, അല്ല എന്തുണ്ടെങ്കിൽ അതിൻ്റെ ആ നൂല് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നിനുമേ കൊള്ളില്ല. അപ്പോൾ ഓമയ്ക്ക് നല്ല പൊടിയായിട്ട് എങ്ങനെ വേണമെങ്കിലും ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ചോപ്പറിൽ ചെയ്തെടുക്കാം കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണിത്. ഓമയ്ക്ക ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 സവാള. എനിക്കത് സ്ഥിരം ചില കമൻറ്റുകൾ വരുന്നത് ബെൻസിക്ക് സവാള എത്ര വേണമല്ലേ, സത്യമാണ് കേട്ടോ. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിലെ മുളക് പൊടി നല്ല എരിയുള്ളതാണ്, അപ്പോൾ ഇത്തിരിയും ഇട്ടാൽ മതി. തോരന് വലിയ കളർ മാറ്റമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്തിരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ജീരകം ചേർക്കുന്നില്ല, ജീരകം ചേർക്കുന്നവരുമുണ്ട്. ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത്, ഉപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ ഓമയ്ക്ക വെന്ത ശേഷം ചേർത്താലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ ചേർത്തങ്ങ് വെക്കുവാണ്. എല്ലാം കൂടെ നല്ലതുപോലെ ഉണ്ട്. കൈ കൊണ്ട് ഞെരിടാം. അതല്ലാന്നുണ്ടെങ്കിൽ കല്ലയിൽ ഒതുക്കിയെടുക്കാം, മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. എന്നിട്ട് ഇതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിക്കുക. സിമ്പിളായിട്ടുള്ള ഒരു തോരൻ. എനിക്ക് ഇഷ്ടപ്പെട്ട തോരനുകൾ പലതുണ്ട്, അതിലൊന്നാണ് ഓമയ്ക്ക തോരൻ, അതായത് പപ്പായ തോരൻ. ഞാൻ ലാസ്റ്റിൽ കടുക് തളിക്കുന്നത് കൊണ്ട് തന്നെ, കാരണം പപ്പായ തോരനൊക്കെ ലാസ്റ്റിൽ ഇച്ചിരി കടുക് തളിക്കുമ്പോൾ അരി വറുത്തിടുന്നത് നല്ലതാണ്. പലരും ചോദിക്കാറുണ്ട് ഏത് അരിയാണെന്ന്. ഏതരിയും എടുക്കാം കേട്ടോ, നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഡയറക്റ്റ് അരിഞ്ഞതും ഇളക്കി വെച്ചതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പാത്രം കഴുകി ലേശം വെള്ളം ഒഴിക്കാം. ലാസ്റ്റിൽ കടുക് തളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എണ്ണ ഒഴിക്കാഞ്ഞത്. അഥവാ നിങ്ങളുടെ പാത്രം അടുക്കി പിടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ലേശം എണ്ണ ഒഴിച്ചേച്ച് ഓമയ്ക്കൊക്കെ ഇടാവേ. തീ മീഡിയത്തിലായിട്ടേക്കുന്ന അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു തോരനാണ് നമ്മുടെ പപ്പായ തോരൻ എന്ന് പറയുന്നത്. അപ്പം ഈ പപ്പായ എന്ന് പറയുന്നത് ഇത്തിരി കടക്കാണ് കേട്ടോ, നല്ല കിരികിരാ കട്ടിയുള്ളതാണ്. എനിക്ക് തോരൻ ഈ വേവാണ് ഇഷ്ടം, ഇത്തിരി കിരികിരാ കിടക്കുന്നത്. എനിക്കെന്നല്ല ഞങ്ങൾ 2 പേർക്കും വെന്തു. എങ്കിലും ഇത്തിരി വെള്ളമയം ഉണ്ടാകുന്ന വറ്റട്ടെ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കണ്ടോ, നന്നായിട്ട് ഒന്നിലൊന്നി തൊടാതെ കിടക്കുവാണ്. ഇനി കടുക് താളിക്കണം. അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഇതാ പാത്രം വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും
ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുകില്ലാതെ അരി മാത്രമായിട്ട് വേണമെങ്കിലും വറുത്തിടാമേ. കൊച്ചുള്ളി, അരി ഞാൻ ചോറ് വെക്കുന്ന അരി തന്നെയാണ് എടുത്തേക്കുന്നത്. കുറച്ച് അരി ഇങ്ങനെ കഴുകി ഉണക്കി വെച്ചിരുന്നാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എപ്പോൾ വേണേലും എടുക്കാം. ആ അരി നന്നായിട്ട് മൊരിഞ്ഞ് വരണം, മലര് പോലെ. ഇപ്പം കണ്ടോ, അരി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നോക്കി, മലര് പോലെ വെള്ള കളറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരനും റെഡി. കപ്പ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ വേവിച്ച് ഊറ്റി കഴിക്കാമെന്നുള്ള ചിന്തയിലാണ് ഇട്ടത്. പക്ഷെ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. പുറത്ത് പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് കുതിർന്നതാ, ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വരണം. നമ്മൾ വേവിക്കാൻ വെക്കുമ്പോഴേ ഇതുപോലെ ഒടിച്ചിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. വലുതൊക്കെ 2 or 3 ഒക്കെ ആയിട്ട് ഒടിച്ചിട്ടാൽ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം വേവിക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ സാധാ കപ്പ ചെയ്യുന്ന കണക്ക് തന്നെ ആദ്യം ഒന്ന് തിളയ്ക്കുമ്പോൾ അത് വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തതാണേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ച ശേഷം ഞാൻ കുറച്ച് കപ്പ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി നാളെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഊറ്റിപ്പറക്കി തിന്നുന്നെന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്, ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഉപ്പും കൂടി ഇട്ട് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലതുപോലെ ഞെരിടി കഴിക്കും. ഇത്രയേ ഉള്ളൂ. കൂടെ കട്ടൻ കാപ്പി. യോസാന അത് ഇതുവരെ അറിയത്തില്ലായിരുന്നോ? യോസാന ഇതുവരെ അറിയത്തില്ലായിരുന്നു അത്? പല്ലി വാല് മുറിക്കുന്നേ അതിനാണ്. വാലില്ലാത്ത പല്ലിയെ കണ്ടാൽ നേരെ മനസ്സിലാക്കിക്കോണം, പാവം നേരത്തെ വാല് മുറിച്ച് കളഞ്ഞതാ ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ. പൊതുവേ രാത്രിയിൽ ഇങ്ങനെ ഒന്നും കഴിക്കാറില്ല. ആക്ച്വലി ഇന്ന് ഒരു 4 മണിയാവുമ്പോൾ ഇത് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത് വേവിച്ചിട്ടേച്ചാ ഞാൻ പോയത്. അപ്പം ചോദിച്ചാൽ പറഞ്ഞെങ്കിൽ രാത്രി നമുക്ക് ഇതാക്കാം. അപ്പം എനിക്കറിയാം, ഇപ്പം ഞാൻ കമൻറ്റ് വരും, ബെൻസി രാത്രിയിൽ ഇങ്ങനെയുള്ള കട്ടിയാഹാരങ്ങൾ കഴിക്കല്ലേ എന്നൊക്കെ. ശരിയാണ്, രാത്രി ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് കിടക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ, ഇതൊരു കൊതി. പണ്ട് സ്കൂള് വിട്ട് വരുമ്പോൾ സ്ഥിരം ഇതായിരുന്നു 4 മണിക്ക്. ഞാൻ മുളക് മാറ്റിയതേ. യോസാൻ എന്നെ ഓടിക്കും ഇച്ചിരി എരി കൂടുതലാണെങ്കിൽ. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണേ. അത് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലും ഒഴിക്കണം. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം. ചിലരിനകത്ത് പച്ച തേങ്ങയുണ്ടല്ലോ, നമ്മുടെ തേങ്ങ, അത് ചിരകിയതും ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല, ഇത്രയും മാത്രം. ഇനി ആവശ്യത്തിന് ഉപ്പ്. അപ്പം അത്യാവശ്യം നല്ലതുപോലെ വേവുകയും ചെയ്തു. അപ്പം ബാക്കി നാളെ മസാല ഇട്ട് വേവിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് കഴിച്ചിട്ട് കിടക്കട്ടെ. ജോസാൻ ഇതും അച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. ഞാൻ ഇതോടൊപ്പം ഇത്തിരി തൈരും കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ഇത് അറിയാമോ എന്ന് സംശയമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.